ദൈവമായ കർത്താവേ, മണ്ണിൽ നിന്ന് മനയപ്പെട്ട നിസാര കന്യകേ, നിനക്ക് 9 മാസം പാർക്കുവാനും ജഡം ധരിക്കുവാനും തക്കവിധം നീ തിരഞ്ഞെടുത്ത് കൃപ നിറഞ്ഞവളാക്കി. അവൾ മാലാഖമാരുടെ നാഥനും മാതാവായി തീരുകയും അവനെ പാലൂട്ടി വളർത്തുകയും ചെയ്തതിനാൽ അവരുടെ കൂട്ടങ്ങളെക്കാൾ അവൾ ഔന്നത്യമുള്ളവളാകുന്നു. പരിശുദ്ധയായ ദൈവമാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ നീ അനുസരണക്കേട് കാണിക്കായികയാൽ ദൈവമായ കർത്താവ് നിന്റെ താഴ്മയിൽ തൃക്കൺ പാർത്തു. കണ്ടാലും സ്വർഗത്തിലും ഭൂമിയിലും നിന്റെ ഓർമ്മ ആഘോഷിക്കപ്പെടുന്നു. കണ്ടാലും ഇതു മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും എന്ന നിന്റെ പ്രവചന പ്രകാരം നിന്നെ ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തി പറയുന്നു. സ്ത്രീകളുടെ നിന്നെ നീക്കിക്കളഞ്ഞവളെ, നിനക്ക് ഭാഗ്യം. തന്റെ ദൈവത്വത്തിന്റെ ഉന്നതാവസ്ഥയിൽ സ്വപിതാവിനോടും തന്റെ മനുഷ്യത്വത്തിൽ താഴ്മയിൽ സ്വമാതാവിനോടും സദൃശനായ ഇസ്രയേലിന്റെ സത്യദൈവമായ കർത്താവ് പ്രവേശിച്ച ശേഷം തുറക്കപ്പെടാതെ അടയ്ക്കപ്പെട്ട വാതിലെന്ന് അസ്കേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള ശാരീരിക രഥവും കന്യാമാതാവുമായുള്ളവേ, നീ ഭാഗ്യവതിയാകുന്നു. പരിശുദ്ധയായ മാതാവേ, കാലാവിലെ കല്യാണ നാളിലെന്ന പോലെ നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോൾ പരിശുദ്ധയായ മാതാവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നതെന്തെന്നാൽ നിന്റെ പുത്രൻ തമ്പുരാനോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കന്യകേ, നിന്റെ വിശുദ്ധിയോടും സൗഭാഗ്യതയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മശിഹാ തമ്പുരാനെ, നിന്റെ മാതാവിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളേവരുടെയും ബലഹീനതയെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കറകളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ ബലഹീനതകളെ നീക്കി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധരെ താങ്ങണമേ. യുവാക്കളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തണമേ. സ്ത്രീകളെ പരിപാകതയുള്ളവരാക്കണമേ. സമീപസ്ഥരെ സംരക്ഷിച്ചു കൊള്ളണമേ. ദൂരെ പോയിരിക്കുന്നവരെ സമാധാനത്തോടെ തിരിച്ചു വരുത്തണമേ. മശിഹാ തമ്പുരാനെ, നിന്റെ മാതാവിന്റെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുന്നവരെ കാത്തുകൊള്ളണമേ. പരിശുദ്ധയായ മാതാവേ, നിന്നെ ശുദ്ധീകരിച്ച പരിശുദ്ധ റൂഹായിക്കും നിന്നിൽ ഇറങ്ങി വസിച്ച പുത്രൻ തമ്പുരാനും നിരന്തരം ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോ ഓശോ ബബുക്കുലസ്വാൻ